ലൂക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പാർശ്വവൽക്കരിക്കപ്പെട്ട് ആർക്കും വേണ്ടാതെ അകറ്റി നിർത്തപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്ന ദൈവ പദ്ധതിയുടെ ഭാഗമാക്കുന്ന സുവിശേഷമാണ് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം. യേശുവിൻ്റെ ജനനം സംബന്ധിച്ച് ദൈവത്തിൻ്റെ ദൂതൻ സ്വർഗങ്ങളിൽ നിന്ന് ഇറങ്ങി വന്ന് ആ സദ്വർത്തമാനം അറിയിക്കുന്നത് ഇടയന്മാരെയാണ് എന്ന് തിരുവചനത്തിൽ നാം പഠിക്കുന്നുണ്ട്. ലൂക്കോസ് 2 അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങളിൽ വ്യക്തമാകുന്നത് ഈ സംഗതിയാണ്. സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ദൈവം തൻ്റെ ദൂതനിലൂടെ ലോകത്തെ അറിയിക്കുവാൻ തെരഞ്ഞെടുത്തത് ഇടയന്മാരെയാണ്. അതാണ് ആമുഖമായി ഞാൻ ഓർപ്പിച്ചത്. അരികുപറ്റി മാറ്റി നിർത്തപ്പെട്ട് ആരുമില്ലാതെ രാവും പകലും തങ്ങളുടെ ആടുകളെ പരിപാലിച്ച് മുന്നോട്ട് ജീവിതം നയിക്കുന്ന ഈ സാധാരണക്കാരെ ആരും കാണാതിരിക്കുമ്പോഴും സർവശക്തനായ ദൈവം കാണുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണം ഇടയന്മാരായ ആ വ്യക്തികളോട് ക്രിസ്തു എന്ന രക്ഷകൻ പിറന്ന സന്തോഷം ദൂതൻ അറിയിക്കുവാനായി അടുത്തു വരികയും അവരോട് അറിയിക്കുകയും ചെയ്തത്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഏതെങ്കിലുമൊക്കെ ജീവിത തലങ്ങളിൽ ആരൊക്കെയോ ഉപേക്ഷിച്ചു, ആരൊക്കെയോ മാറ്റി നിർത്തി, പലതരത്തിൽ ഒറ്റപ്പെടുന്നു എന്നുള്ള വേദനകളും ഭാരങ്ങളും അനുഭവിച്ച് രാവും പകലുമില്ലാതെ വേദനിക്കുന്ന നിങ്ങളെ, നമ്മളെ സർവശക്തനായ ദൈവം കാണുന്നുണ്ട് എന്ന് മറക്കരുത്. ഒറ്റപ്പെട്ടത് നീയായാലും ഞാനായാലും നാം ആരായാലും സർവശക്തനായ ദൈവം കാണുന്നുണ്ട്. അവിടുന്ന് ഒറ്റപ്പെടുത്തുന്നവനല്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേക ദൈവമായി ഒരുമിച്ചിരിക്കുന്നത് പോലെ ഒരുമിച്ചിരിക്കുവാൻ, കൂട്ടായിരിക്കുവാൻ നമ്മെ ചേർത്ത് പിടിക്കുന്നവനാണ്, മാറ്റി നിർത്തുന്നവനല്ല. അതുകൊണ്ട് നമുക്കും സുവിശേഷത്തിൻ്റെ വാഹകരാകാം. ആ സുവിശേഷം ഇതാകട്ടെ. ആരെല്ലാം ഉപേക്ഷിച്ചാലും ആരെല്ലാം മാറ്റി നിർത്തിയാലും യേശു എന്നെ കാണുന്നു. മാറ്റി നിർത്തില്ല, ഉപേക്ഷിക്കില്ല, ഒറ്റപ്പെടുത്തില്ല. അവൻ എൻ്റെ ഒപ്പമുണ്ട്.